ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. സാധനം കംപ്ലൈൻ്റാണ്. റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഇതിനൊക്കെ ആയിട്ട് കൊടുക്കാം, പാട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ചെയ്യാം. അതുപോലെ മെമ്മറി കാർഡ് ഒക്കെ ഇതിൽ വർക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് നോക്കാം. സാധനം ഓണാക്കുമ്പോഴൊന്നും ഒരു ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല. കുത്തി നോക്കുമ്പോൾ ചെറിയ ലൈറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഓപ്പണിങ് ചെയ്ത് നോക്കാം. ഓക്കെ, ഭയങ്കര റിസ്ക്കുള്ള, ഏകദേശം ഒരു 550-600 റേഞ്ചിലാണ് ഇതിൻ്റെ പുതിയത്. 600-700 റേഞ്ചിലാണ് ഇത് പുതിയത് മേടിക്കാൻ കിട്ടുക. ഇതിൻ്റെ പ്ലാസ്റ്റിക് കേസ് മുൻകൂട്ടി കണ്ടിട്ടാണ്, ഇതിൻ്റെ സ്പീക്കർ കൂടി കണ്ടിട്ടാണ് വാങ്ങിയത്. ഇതിൽ 4 സ്ക്രൂ ഉണ്ടാവും. ഈ 4 സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഓപ്പൺ ചെയ്യാം. നാല് സ്ക്രൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ ബോർഡ് നോക്കിയെടുക്കുക. ബോർഡ് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാറ്ററിയിൽ എത്ര വോൾട്ട് വരുന്നുണ്ട് നോക്കുക. അതേപോലെ മറ്റുള്ള ബോർഡ് ഹീറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഈ 3 കാര്യങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. ഇപ്പോൾ 3 സ്ക്രൂ പോകുന്നു. ഒന്നുകൂടെ ഉണ്ട്. സാധനം ഓപ്പണായി. അപ്പോൾ ഇതിൽ ചെറിയ ബാറ്ററിയാണ്, 3.7 വോൾട്ട് ബാറ്ററിയാണ്. 3.7 അല്ല, 3.7 വോൾട്ട്. ഈ ബാറ്ററി എന്തായാലും ഇത് കംപ്ലൈൻ്റ് ആയി ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നോക്കുക, ചെക്ക് ചെയ്യാം. സ്പീക്കർ മിഡ് റേഞ്ച് സ്പീക്കറാണ്. SK എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലോക്കൽ ഐറ്റംസ് ആയിട്ട് അത് വരിക. പിന്നെ കണക്ഷൻ ഒന്നും നോക്കാനൊന്നുമില്ല. ക്ലിപ്പാണ്. ക്ലിപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ ഓക്കെ. ഈ 18650 സീരീസിൽ വരുന്ന 3.7 വോൾട്ട് ബാറ്ററിയാണിത്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര ബാറ്ററിയിൽ വോൾട്ട് ഉണ്ട് എന്നൊക്കെ. ഏകദേശം മൾട്ടിമീറ്ററിൽ DC വോൾട്ട് 10 ചെക്ക് ചെയ്താൽ ഏകദേശം 1 വോൾട്ടിനടുത്ത ബാറ്ററിയിൽ ചാർജ് ഉള്ളൂ. ബാറ്ററി കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട് ഇതിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ഈ ബാറ്ററി മാറ്റുക, അതേപോലെ ഒരു പുതിയ ബാറ്ററി വയ്ക്കുക. അപ്പോൾ ഏകദേശം ഈ ബോർഡ് ഓക്കെ ഉണ്ടതാണ്. ഇനി ഇതിൽ വേറെ സെപ്പറേറ്റ് ഒന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ ഇത് ബാറ്ററി സോൾഡർ ചെയ്യാൻ, ബാറ്ററി സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാറ്ററിക്ക് ഈ മഞ്ഞ വയറ് പ്ലസും ഇത് മൈനസാണ്, വെള്ള മൈനസുമാണ് കൊടുത്തതാണ്. ബാറ്ററിയിൽ ഏകദേശം വോൾട്ട് നോക്കിയപ്പോൾ ബാറ്ററിയിൽ വോൾട്ട് നോക്കാം. ബാറ്ററിയിൽ വോൾട്ട് പറയുന്നത് ഏകദേശം 4 വോൾട്ടിൻ്റെ അടുത്തുണ്ട്. ആ ബാറ്ററിയിൽ ഏകദേശം ഒരു 3.7 വോൾട്ട് തന്നെ അതിലും വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ബാറ്ററി ഇതിന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, അതേപോലെ എത്ര നേരം വർക്ക് ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ, ബാറ്ററി ചൂടാവുണ്ടോ, അതേപോലെ നമ്മുടെ ഇതിൽ ചാർജ് കയറുന്നതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ആ ചെറിയ ബോക്സ്.
ഇതിൽ ഇനി ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോൾ ഈ പിന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കണക്റ്റായി. അതല്ലാതെ തിരിച്ച് മറിച്ച് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. Welcome to reliable Bluetooth mode. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. Welcome to reliable Bluetooth mode. അപ്പോൾ സാധനം ഓക്കെയാണ്. അപ്പോൾ ആ പൈസക്കുള്ള മുതലുണ്ട്. 30 രൂപ നഷ്ടം വന്നിട്ടില്ല. ഈ സ്പീക്കർ അഴിച്ചിട്ട് ഉള്ള ആവശ്യത്തിന് ഉപയോഗിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി Music. ഓക്കെ. അപ്പോൾ നമ്മളെ സ്പീക്കർ ഓക്കെ കേട്ടോ. സ്പീക്കർ ഓക്കെ ഉണ്ട്. Line in. അപ്പോൾ ഇത് പെൻ ഡ്രൈവ് അല്ല, ഇത് ചെറിയ മെമ്മറി കാർഡാണ്. ഇനി പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്, പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ. ഓൾറെഡി ഓണാക്കിയ ബ്ലൂടൂത്ത് മോഡിലേക്കാണ് മാറുക. പറയുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോവുക. അത് കഴിഞ്ഞ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ഓക്കെ. ഓക്കെ കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഈ ബാറ്ററി കറക്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്യുക, ഈ ബോക്സ് അടയ്ക്കുക. ഇനി അത്ര മാത്രമേ വർക്കുള്ളൂ. നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ടാഗ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഈ ടാഗിൻ്റെ ഈ എൻഡ് കട്ട് ചെയ്യുക. അതേപോലെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. നമ്മൾ സാധനം അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത് ചില ടാഗ് പൊട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. ചിലതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടും ചെയ്യും. ചെറിയ ചെറിയ വർക്ക് ചെയ്യാനൊക്കെയാണ് ഈ 2 മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില വർക്കിൽ നല്ല ഡിജിറ്റൽ മീറ്റർ കറക്റ്റ് വോൾട്ട് നോക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. എന്നാലും ഒന്ന് ബാറ്ററി ചെക്ക് ചെയ്യാനേ, ബാറ്ററി എത്ര വോൾട്ട്, ഏതാ പ്ലസ് മൈനസ് ഒക്കെ നോക്കാം ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ കയ്യിൽ കരുതണത് നല്ലതാണ്. അതാകുമ്പോൾ പേടി കൂടാതെ കൊടുക്കുക സാധനം. അപ്പോൾ ബാറ്ററി ഓക്കെ. അതുപോലെ സ്പീക്കറിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോർഡ് അഴിക്കേണ്ടി വന്നില്ല. ബോർഡ് നല്ല വർക്കിംഗ് ബോർഡാണ്. ഇനി ഇതിൻ്റെ ബോക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക. അങ്ങനെ കാര്യങ്ങൾ അതിൻ്റെ എല്ലാ എഡ്ജും കറക്റ്റാണ് നോക്കുക.
എഡ്ജ് കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം എഡ്ജൊക്കെ ഓക്കെയാണ്. സാധനം ഓണായിട്ടുണ്ട്. Music. ഓക്കെ. അതേപോലെ ചെറിയ ചെറിയ ബോക്സുകളൊന്നും അധികം കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വർക്കിംഗ് ആക്കാൻ ചെയ്യാനും ഒക്കെ ഓക്കെയാണ്. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. ഇതിലിപ്പോൾ ഈ ബാറ്ററി മാത്രമേ കംപ്ലൈൻറ്റ് ഉള്ളൂ. ബോക്സിനും സ്പീക്കറിന് അതേപോലെ ഇതിൻ്റെ കേസിന് അതേപോലെ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെടുത്താൽ മതി. മൊത്തം ചെറിയ അറ്റം കാണാം. സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഓക്കെയാണ്. സ്ക്രൂ അഴിച്ച് സെറ്റ് ചെയ്യുക. അഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ ഈ ചെറിയൊരു കവറിങ് ഉണ്ട്. ഈ കവറിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ബോക്സ് ഓക്കെ. അപ്പോൾ ഈ ബോക്സിന് ഏകദേശം എനിക്ക് റേറ്റ് വന്നത് ബാറ്ററി കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഏകദേശം ഒരു ബാറ്ററിക്ക് തന്നെ ഒരു പുറത്ത് റേറ്റ് ഒരു 300 ആ റേഞ്ചിലുണ്ടാവും. അപ്പോൾ ഇത് പവർ ബാങ്കിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ വർക്കിംഗ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.